സർവലോകനാഥന് സർവസ്തുതിയും. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് പരമാവധി ജീവിക്കാൻ ഓരോരുത്തരും സ്വന്തത്തോട് തന്നെ സമരം ചെയ്യണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുന്നു. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് നമ്മളൊക്കെ മടങ്ങിപ്പോകുമ്പോൾ മുസ്ലിം അല്ലാത്ത അവസ്ഥയിൽ മടങ്ങിയേക്കാവുന്ന വലിയ അപകടത്തിൽ നിന്ന് എല്ലാവരും ജാഗ്രത പാലിക്കണേ എന്നുകൂടെ ഉണർത്തുന്നു. ഹജ്ജിൻ്റെ നിബന്ധനകളിൽ 3 എണ്ണം. 1, സാമ്പത്തികമായ സുസ്ഥിരത ഒരാൾക്കുണ്ടാവണം. 2, അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടായിരിക്കണം. 3, വഴിയിൽ തടസ്സങ്ങളില്ലാണ്ടിരിക്കണം. ഹജ്ജുമായി ബന്ധപ്പെട്ട് ദിവസങ്ങൾ അടുത്തു വരുമ്പോഴേക്കും ലോകത്തുണ്ടാകുന്ന ചില പ്രയാസങ്ങളെ അഥവാ ചില വൈറസുകളുടെ വ്യാപനം നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. യാതൊരു പ്രയാസങ്ങളുമില്ലാതെ, ഹജ്ജ് തടസ്സങ്ങളൊന്നുമില്ലാതെ മടങ്ങി വരാൻ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം. രജബിലേക്കാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. രജബ മാസം അത് വിത്തെറിയുന്നതിൻ്റെ കാലമാണെന്നും അതിനുശേഷമുള്ള ശഅബാൻ വെള്ളം നനക്കുന്നതിൻ്റെ മാസമാണെന്നും പിന്നീട് റമദാൻ റീപ്പിംഗ് മന്ത് കൊയ്ത്തുകാലമാണെന്നാണ് വിശ്വാസികളായ നമ്മുടെയൊക്കെ വിശ്വാസം. ആയതിനാൽ എല്ലാ നന്മകളുടെയും വിത്ത് വിതക്കണമെന്ന തുടക്കത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഹജ്ജ് പഠന ക്ലാസ്സിലെ 3ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ വിഷയമായി നമ്മൾ കരുതിയിട്ടുള്ളത് മില്ലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതപാത എന്നതാണ്. നിങ്ങളറിയുമോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമ്മളൊക്കെ കാണാൻ പോകുന്ന കഅബയുടെ അതിൻ്റെ അടിത്തറയിട്ടപ്പോൾ, അതിന് തൂണുകൾ കെട്ടിത്തീർന്നപ്പോൾ ഇബ്രാഹിമും തൻ്റെ മകൻ ഇസ്മായിലും ആകാശത്തേക്ക് കൈയുയർത്തി ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. സൂറത്തുൽ ബഖറയിലെ 127-ാം വചനം എഴുതി വെക്കണം, പഠിക്കണം. വാപ്പയും മോനും കൂടെ കഅബാലയത്തിൻ്റെ പണി തീർന്നപ്പോൾ അല്ലാഹുവോട് ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തി. വൈദ് യർഫഉ ഇബ്രാഹിം അൽ ഖവാഇദ്, കഅബാലയത്തിൻ്റെ തൂണുകളെ ഇബ്രാഹിം പടുത്തുയർത്തുമ്പോൾ, മിനൽ ബൈത്ത്, നമ്മുടെ വീട്ടിൻ്റെ, നമ്മൾ കാണാൻ പോകുന്ന വീടിന് അടിക്കല്ലിട്ടപ്പോൾ, ഇസ്മായിൽ, പ്രാർത്ഥനക്കും ഈ പ്രവർത്തിക്കുമൊക്കെ മകൻ കൂടെയുണ്ട്. രണ്ടുപേരും കൂടെ പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ നാഥ, തഖബ്ബൽ മിന്ന, ഞങ്ങൾ ചോദിച്ചതൊക്കെ തരണം കേട്ടോ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണം. ഇന്നക അൻത സമീഉൽ അലീം, ഈ മനുഷ്യരുടെ പ്രാർത്ഥന കേൾക്കുന്നവനും അറിയുന്നവനും നീയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി. ഇബ്രാഹിം, വിളിച്ചേക്കുക, മാലോകരെ വിളിക്ക, ഈ വീട്ടിലേക്ക് വരാൻ. നീയും മകനും ചോദിച്ചതെന്തോ അത് നൽകുന്നത് പോലെ ആരിവിടെ ഈ വീട്ടിൽ വന്ന് ചോദിച്ചാലും ഞാൻ കൊടുക്കാം. അവരെ വിളിച്ചേക്ക്, വിളംബരം ചെയ്യുക. കാൽനടയായും വാഹനത്തിൽ കയറിയും ഭൂമിയുടെ 4 കോണുകളിൽ നിന്ന് മനുഷ്യർ ഈ വീട്ടിലേക്ക് ഒഴുകട്ടെ. നീ വിളിക്ക്. പടച്ച തമ്പുരാൻ ഇബ്രാഹിമിലൂടെ നമ്മെ വിളിച്ചു. ആ വിളി കേട്ടിട്ടാണ് നമ്മൾ യാത്രക്കൊരുങ്ങിയിട്ടുള്ളത്. ആയതിനാൽ മക്കയിൽ ഇറങ്ങിയ ഉടനെ പറഞ്ഞേക്കണം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. വിളി കേട്ടുട്ടോ, ഉടനെ കേട്ടിട്ടുണ്ട്. ആ വിളി കേട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അതിമനോഹരമായ റെസ്പോൺസ്. നിന്റെ വിളി കേട്ട് വന്നതാ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്കു ലാ ശരീക ലക
ലബ്ബൈക ലാ ശരീക ലക്. എന്തൊരു വർത്താനം! നിന്റെ വിളി കേട്ടിതാ ഉത്തരം നൽകി ഞങ്ങളിവിടെ വന്നിരിക്കുന്നു. ഇനി നിങ്ങൾ അറിയുമോ, അള്ളാഹുവിൻ്റെ കൽപ്പന ഇബ്രാഹിമിലൂടെ വിളിച്ചിട്ട് ആ യാത്ര പോകുന്ന ഒരാൾക്ക് ഇബ്രാഹിമിനെ അറിയാതെ പോകാൻ പറ്റുമോ? ഇല്ല. ഹജ്ജ് യാത്രക്ക് മുമ്പ് ഇബ്രാഹിമിനെ പഠിക്കാതെ പോവുക സാധിക്കുകയില്ല. എന്തിനാണെന്നറിയുമോ? ഹജ്ജിന് 2 ലീഡറുണ്ട്, ഒരു ഹീ ലീഡറും ഒരു ഷീ ലീഡറും. ഹീ ലീഡർ എന്ന് പറയുന്നത് ഇബ്രാഹിം, ഷീ ലീഡർ ഇബ്രാഹിമിന്റെ പത്നി ഹാജറയും. ഹജ്ജിന്റെ കർമ്മങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഗം ഇവർക്കുള്ളതാണ്. ആ ഇബ്രാഹിമിനെ പഠിക്കാതെ വണ്ടി കയറാൻ കഴിയില്ല, നമുക്ക് പോകാനാവില്ല. അങ്ങനെ ഇബ്രാഹിമിനെ പഠിക്കുമ്പോൾ ഇബ്രാഹിം ആരെന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ പഠിക്കണം. ഇബ്രാഹിമിനെ കുറിച്ച് പടച്ച തമ്പുരാൻ പറഞ്ഞ 3 വിശേഷണമുണ്ട്. ഒന്നാമത്തെ വിശേഷണം, ആരാണ് ഈ സ്ഥാനം കൊതിക്കാത്തത്? ഖലീലുല്ല, അല്ലാഹുവിൻ്റെ ബോസം ഫ്രണ്ട്, നെഞ്ചിൽ കയറിക്കൂടിയ സുഹൃത്ത് എന്ന്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഭൂമിയിലെ സർവചരാചരങ്ങളും സൃഷ്ടിച്ച നാഥന് മനുഷ്യവർഗത്തിൽ നിന്നൊരു കൂട്ടുവേണം. ആ കൂട്ടിന് തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഇബ്രാഹിമിനെയാണ്. മനുഷ്യവർഗത്തിൽ നിന്ന് ലോകനാഥന് ഒരു കൂട്ട, ഖലീലുള്ള, അല്ലാഹുവിൻ്റെ ബോസം ഫ്രണ്ട്. രണ്ടാമത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശേഷണം, ഇബ്രാഹിം നീ ഇമാമുന്നാസ്, മനുഷ്യവർഗത്തിന്റെ ലീഡറാണ്. നീ മനുഷ്യകുലത്തിന്റെ ലീഡർ. നീ കൊള്ളാം, മനുഷ്യരുടെ ലീഡറാവാൻ കൊള്ളാവുന്ന ഇമാമുന്നാസ്, മനുഷ്യവർഗത്തിന്റെ ഇമാമാണു നീ. 3, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ 3ാമത്തെ സ്ഥാനം ഉമ്മത്തും വാഹിദ. നീ ഒരാളല്ല, നീ ഒരു വ്യക്തിയല്ല, മറിച്ച് നീ ഒരു സമുദായമാണ് ഇബ്രാഹിം. നീ ചെയ്തു വെച്ചത്, ഭൂമിയിൽ ചെയ്തു വെച്ചത് ഒരു മനുഷ്യന് അവൻ്റെ ആയുസ് കൊണ്ട് ചെയ്തു തീർക്കാവുന്നതല്ല. ഒരു തലമുറ, ഒരു സമൂഹം മുഴുവൻ ഒത്തുചേർന്ന് ചെയ്യുന്നതാണ് ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ വിശേഷണത്തിന് അർഹനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആ അള്ളാഹുവിൻ്റെ വിളംബരം കേട്ട് യാത്ര തിരിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും മില്ലത്തു ഇബ്രാഹിം, ഇബ്രാഹിം പോയ വഴിയിലൂടെ നമ്മളും പോവണം. ആ വഴിയാണ് അവസാനം മക്കയിലെത്തിക്കേണ്ടതും. എന്താണ് ഇബ്രാഹിം മില്ലത്ത് നിങ്ങൾക്കറിയുമോ? നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയും, ഇടക്കിടക്ക് പറയും, അനമിൻ മില്ലത്ത് ഇബ്രാഹിം. എൻ്റെ ഈ പോക്കുണ്ടല്ലോ, അത് ഇബ്രാഹിമിൻ്റെ വഴിയിലൂടെയാണ്. ഇബ്രാഹിമിൻ്റെ കാലിൻ്റെ കാലടിയിലൂടെ ഫോളോ ചെയ്താണ് ഞാനും പോകുന്നത് എന്നാ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആഴം എത്ര ഉണ്ട് നോക്ക്. നമ്മുടെ പ്രവാചകൻ പോലും അനുകരിക്കുന്നത് ഇബ്രാഹിം നബിയുടെ പാതയാണ്. ആ ഇബ്രാഹിമിൻ്റെ സ്ഥാനമൊന്നറിയണമെങ്കിൽ നമുക്കറിയാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായ നമുക്ക് നിശ്ചയിച്ച ആരാധനകളിലെ 2 പ്രഥമ ആരാധനകളാണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ നമസ്കരിക്കാൻ വേണ്ടി 5 നേരവും പായയിലേക്ക് കയറി നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയതിന് ശേഷം പിന്നീടൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ പേര് ഇബ്രാഹിമിന്റെ പ്രാർത്ഥന എന്നാണ്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്നസ് സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമസ്കാരം തുടങ്ങുന്നത് ഇബ്രാഹിം ആകാശത്തേക്ക് നോക്കി അല്ലാഹുവോട് പറഞ്ഞ ഒരു പ്രാർത്ഥനയാണത്. അത് ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങളുടെ നമസ്കാരത്തിൻ്റെ തുടക്കത്തിൽ
ഇതാവണം എന്ന് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നതിൽ ഇബ്രാഹിമിനോടുള്ള റബ്ബിന്റെ ഇഷ്ടമുണ്ടതിൽ. വജ്ജഹത്തു എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകാശ ലോകത്തേക്ക് നോക്കിയിട്ട് റബ്ബിനോട് പറഞ്ഞ പ്രാർത്ഥനയാ. അത് നിങ്ങൾ കോപ്പിയടിക്കണം എന്ന് നമ്മോട് പറയുന്നു. അതേ നമസ്കാരം അവസാനിക്കുന്നത് അത്തഹിയാത്തിലാണ്. അത്തഹിയാത്തിന് 3 ഭാഗമുണ്ട്. ആ 3 ഭാഗത്തിന്റെ നടുക്കഷ്ണമുണ്ടല്ലോ, ആ കഷ്ണത്തിൽ ഇബ്രാഹിമിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ നമസ്കാരം അവസാനിപ്പിക്കരുത്. തുടക്കവും ഒടുക്കവും ഇബ്രാഹിമിന്റെ ഓർമ്മയിൽ ലോകാവസാനം വരെ നിലനിൽക്കണം. അത്ര സ്ഥാനമാണ് ഇബ്രാഹിം നബിക്കുള്ളത്. ഇനി അത് കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് ഹജ്ജിലേക്ക് വരുമ്പോഴോ ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവൻ ഇബ്രാഹിം മില്ലത്തിലുള്ളതാണ്, ഇബ്രാഹിമിന്റെ വഴിയിലുള്ളതാണ്. ആയതിനാൽ ഹാജിയെ സംബന്ധിച്ചിടത്തോളം യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഇബ്രാഹിം നബി പോയ പാത എണ്ണി അക്കമിട്ട് ഇവിടെ നെഞ്ചിൽ നിറച്ചു വേണം യാത്ര തിരിക്കാൻ. ഇബ്രാഹിം മില്ലത്തിൽ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ 6 സ്വഭാവങ്ങളാണ്. ഇബ്രാഹിം നബിയുടെ 6 സ്വഭാവങ്ങളാണ്. അല്ലാഹു നീ എൻ്റെ ഫ്രണ്ടാണടോ എന്ന് പറയാൻ ആ ഉയരത്തിലേക്ക് ഇബ്രാഹിമിനെ ഉയർത്തി നിർത്തുന്നത്. അതെ, ഈ ഹജ്ജ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴും റബ്ബിന്റെ മനസ്സിലേക്കൊരു സുഹൃത്തായി കൂടിക്കേറണം, ഒന്ന് കയറി കിട്ടണം. എനിക്കും നിങ്ങൾക്കും അല്ലാന്റെ ഖലീലാവണം, പടച്ചവന്റെ ഇഷ്ടപ്പെട്ട സുഹൃത്താവണം. മരണാനന്തരം സ്വർഗത്തിൽ അല്ലാഹുവിനോടൊപ്പം നമുക്ക് കഴിയണം. അതിന് കഴിയണമെങ്കിൽ ഇബ്രാഹിം മില്ലത്തിലേക്ക് നമ്മളും കയറണം. എന്താണ് ഇബ്രാഹിം മില്ലത്ത്? ഇബ്രാഹിമിന്റെ പാതയിൽ ഒരാൾ പിൻപറ്റേണ്ട 6 എണ്ണമാണ്, 6 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസിന്റെ ഇതിവൃത്തം. ഒന്നാമതായി നമ്മൾ കോപ്പി അടിക്കേണ്ടത് ഹനീഫിയത്ത്. എന്താണത്? പ്യൂരിറ്റി ഓഫ് ബിലീഫ്. അള്ളാഹുവിന് ഇബ്രാഹിമിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ സ്വഭാവം, വിശ്വാസത്തിൽ കളങ്കമില്ലട്ടോ ഇബ്രാഹിമിന്റെ. ഹാജിയോടും പറയുന്നത് കളങ്കമില്ലാത്ത ഇബ്രാഹിമായിട്ട് വണ്ടി കയറണം. ഹനീഫിയത്തുണ്ടാവണം നിങ്ങൾക്ക്. ഇല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് പ്രാക്ടീസ് ചെയ്യണം. എന്താണ് ഹനീഫിയത്ത്? ഇടകലരാത്ത, മായം ചേരാത്ത, കലർപ്പില്ലാത്ത, ചിതലരിക്കാത്ത ഏകദൈവ വിശ്വാസം, തൗഹീദ്. ഇതിൽ കലർപ്പുണ്ടാവരുത്. ഇബ്രാഹിമിന്റെ ഹനീഫിയത്തിനെ കുറിച്ച് 3 ആയത്തുകൾ പഠിക്കാതെ പോകരുത്. നിങ്ങൾ എഴുതി വെക്കുമല്ലോ. ഒന്ന് അൻ-നിസായിലെ 125 വചനം 1-5. ഇതിൽ പറയുന്നത് വമൻ അഹ്സനു ദീനൻ, നിങ്ങൾ ആരുടെ മതമാണോ അതിനേക്കാൾ മികച്ചത്, ആരുടെ ദീനാണ് അതിനേക്കാൾ മികച്ചത്, മിമ്മൻ ഒരാളുടെ മതത്തേക്കാൾ, ഒരാളുടെ ദീനിനേക്കാൾ, അസ്ലമ വജ്ഹഹു ലില്ലാഹ് മുഖത്തെ മുസ്ലിമാക്കിയവൻ. ഇബ്രാഹിം നബിയെ കുറിച്ച് പറയാ, മുഖത്തെ മുസ്ലിമാക്കിയവൻ. വഹുവ മുഹ്സിൻ, അവൻ ആ ഇബ്രാഹിം മുഹ്സിനായിരുന്നു, പെർഫെക്ഷനിസ്റ്റ്. ഏതില്? വിശ്വാസത്തിന്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ് മൂപ്പര്. എന്നിട്ടോ വത്തബ മില്ലത ഇബ്രാഹിം ഹനീഫ. ഇബ്രാഹിം നബിയെ പറയുമ്പോഴൊക്കെ റബ്ബ് വിശേഷണമായി, അഡ്ജക്റ്റീവായി ചേർത്ത് വെക്കും. മൂപ്പര് ഹനീഫാണ്, പ്യൂരിറ്റിയുള്ളവനാ, ശുദ്ധിയുള്ളവനാ, വിശ്വാസത്തിൽ ശുദ്ധിയുണ്ട്. ഹനീഫൻ ഇബ്രാഹിമിനെ പറയുമ്പോഴൊക്കെ പറയും മൂപ്പര് ഹനീഫാണ്, ശുദ്ധിയുള്ളവനാ, കലരാത്തവനാ. ഇനി ഇബ്രാഹിമിന്റെ രണ്ടാമതായി ഹനീഫിയത്ത്, പ്യൂരിറ്റി ഓഫ് ബിലീഫ് പറയുന്ന 2-ാമത്തെ ആയത്താണ് സൂറത്തുൽ അൻആമിലെ 79-ാമത്തെ വചനം. അതാണ് നമ്മൾ പിന്നെ വജ്ജഹ്തുല് പറയുന്നത്. ഇബ്രാഹിം അള്ളാന്റെ അടുത്ത് പറഞ്ഞതാ, ഇന്നി വജ്ജഹ്തു വജ്ഹിയ, എന്റെ മുഖം ഇതാ നിനക്ക് ഞാൻ തന്നു, മുഖം പിടിക്ക. ഫതറ സമാവാതി വല്ലൽ, ആകാശ ഭൂമികളുടെ സൃഷ്ടാവായ നാഥ, എന്റെ മുഖം നിനക്ക്.
എന്നിട്ടോ ഹനീഫം മുസ്ലിമൻ, ഞാൻ ആരാന്നറിയോ? ഹനീഫം മുസ്ലിമൻ, കലർപ്പില്ലാത്ത വിശ്വാസത്തിന്റെ ഉടമസ്ഥനാണ് ഞാൻ. വമാന മിനൽ മുശ്രിക്കീൻ, ഇല്ല ഞാൻ അതിൽ പെടൂല, ഞാൻ മുശ്രിക്കിൽ പെടൂല, ഞാൻ ഹനീഫം മുസ്ലിമൻ. എന്താ ഈ വജ്ജഹ്തു എന്ന് പറയുന്നത്? നമ്മളൊക്കെ നിസ്കാരത്തിൽ കൈകെട്ടിയിട്ട് പറയാറുള്ളതാണത്. വജ്ജഹ്തു, മുഖം പിടിക്ക. അള്ളാഹുവിന്റെ അടുത്ത് വന്നിട്ട് പറയാ, ഈ മുഖം കൊണ്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എന്തിനാ കൂട്ടരെ മുഖം അള്ളാഹ്ക്ക് എന്നറിയോ? അതെ, മനുഷ്യന്റെ അറിവ് നേടാനും വിവരം നേടാനുമുള്ള മനുഷ്യ ശരീരത്തിന്റെ 5 ഇന്ദ്രിയങ്ങളും ഒരു ചാൺ വലിപ്പമുള്ള ഈ മുഖത്താണ് കിടക്കുന്നത്. എന്റെ കേൾവിയും എന്റെ കാഴ്ചശക്തിയും എന്റെ 5 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു സത്യമുണ്ട്. ആ 5 ഇന്ദ്രിയങ്ങളും, ആ 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന 6ാം ഇന്ദ്രിയമായ ഹ്യൂമൻ ഇന്റലിജൻസ്, മനുഷ്യബുദ്ധിയും ഉൾക്കൊള്ളുന്ന തലച്ചോറും ഈ തലയില. ഈ തല ഉപയോഗിച്ചപ്പോ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നീ ഏകനാണെന്ന്. കലർപ്പില്ലാതെ നിന്നിലേക്ക് വന്ന് തല കുനിക്കുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ലെന്ന. എന്റെ പ്യൂരിറ്റി ഓഫ് ബിലീഫിനെ അങ്ങ് സ്വീകരിക്കണം. ദേ വന്നിരിക്കുന്നു മുന്നിൽ, നിനക്കല്ലാതെ മറ്റൊരാളുടെ മുമ്പിലും തല കുനിക്കില്ലെന്ന്, മറ്റൊരാളുടെ മുമ്പിലും നേർച്ച വെക്കില്ലെന്ന്, മറ്റൊരാളോടും സങ്കടം ഇറക്കി വെക്കില്ലെന്ന് ഈ തലക്ക് മനസ്സിലായിരിക്കുന്നു. ഹനീഫം മുസ്ലിമൻ, കലർപ്പില്ലാത്ത വിശ്വാസിയായി ഞാനിതാ വന്നിരിക്കുന്നു. ഇനി മൂന്നാമതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്യൂരിറ്റി ഓഫ് ബിലീഫിനെ കുറിച്ച് പറയുന്ന 3ാമത്തെ ആയത്താണ് വമാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ. അതെ, ഇബ്രാഹിം യഹൂദിയല്ല, നസ്രാനിയല്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, സാദാ സീദാ മുസ്ലിമല്ല, ഹനീഫൻ. അത് ഇടനിലക്കാരില്ലാതെ റബ്ബിലേക്ക് സഞ്ചരിച്ചവൻ, ഇടനിലക്കാരില്ലാതെ റബ്ബിലേക്ക് നേരിട്ടെത്തിയവൻ, ഹനീഫൻ മുസ്ലിമൻ. ഹാജിമാരോട് എനിക്ക് പറയാനുള്ളത്, യാത്ര തിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പുവരുത്തണം ഇബ്രാഹിം മില്ലത്തിലെ നമ്പർ 1 ക്യാരക്ടറിസ്റ്റിക്സ് ഹനീഫൻ മുസ്ലിമൻ, കലർപ്പില്ലാത്ത ഏകദൈവ വിശ്വാസം ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ ആത്മീയതയിൽ കൈവെക്കും. അല്ലേ? നിങ്ങൾക്കറിയുമോ ഈ ഹനീഫിയത്ത്, പ്യൂരിറ്റി ഓഫ് ബിലീഫ് ജനറ്റിക്കലി കോഡഡ് ആണ്, അടിച്ചേൽപ്പിച്ച സത്യമാണ്, കലർപ്പുണ്ടാവരുത്. നിങ്ങൾക്കറിയാം ആദമിനെ സൃഷ്ടിച്ച കഥ. ആദമിനെ പടച്ചു നിർത്തിയിട്ട് ഇടതും വലതും തടവിയപ്പോ മനുഷ്യരുടെ മുഴുവൻ ആത്മാക്കളും ഉണ്ടായി. മരിച്ചുപോയവരുടെ, ഇപ്പോൾ ജീവിക്കുന്നവരുടെ, ഇനി ജനിക്കാനിരിക്കുന്ന അവസാനത്തെ കുട്ടിയുടെ ആത്മാവും താഴെ വീണിട്ട് പടച്ച തമ്പുരാൻ ഒരു ചോദ്യം ചോദിച്ചു. ഓർമ്മയില്ലാത്ത ലോകം, എന്റെയും നിങ്ങളുടെയും ആത്മാവ് അനുഭവിച്ചതാണത്. ഇങ്ങനെ ആത്മാക്കൾ മാത്രം ഇങ്ങനെ കിടക്കുക. ആ ആത്മാക്കളോട് റബ്ബ് ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, പറയടോ ആരാണ് നിങ്ങളുടെ നാഥൻ, ആരാണ് നിങ്ങളുടെ സൃഷ്ടാവെന്ന് പറ എന്ന് എന്റെയും നിങ്ങളുടെയും ആത്മാക്കളോട് ചോദിച്ചപ്പോ നമ്മളൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടില്ലെന്നറിയോ? പടച്ചവനെ ഇങ്ങനെ ചോദ്യം ചോദിച്ചടങ്ങാറാക്കരുത്. ഈ ആത്മാക്കളുടെ സൃഷ്ടാവ് നീയല്ലാതെ മറ്റാരാണുള്ളത്? ഞങ്ങൾക്ക് നീയല്ലാതെ മറ്റാരാണുള്ളത്? പിന്നെ എന്തിനാണ് ഈ ചോദ്യം എന്ന് ചോദിച്ചപ്പോ തിരിച്ച് അല്ല പറയുന്ന ഒരു വർത്തമാനമുണ്ട്. നിങ്ങൾ നാളെ ഭൂമിയിലെത്തി നിങ്ങളിത് മറക്കും. നിങ്ങൾക്ക് നാളെ പരലോകത്തേക്ക് തിരിച്ചു വരുമ്പോ ന്യായമുണ്ടാകാതിരിക്കാൻ നിങ്ങളെ ഞാൻ അടിച്ചേൽപ്പിക്കുന്നു, തൗഹീദ് അടിച്ചേൽപ്പിക്കുന്നു. അതിന് കളങ്കം വരരുത്. ഹനീഫൻ മുസ്ലിമൻ, നേരെ ചൊവ്വേ നേരായ മുസ്ലിമായി നിങ്ങൾ ജീവിക്കണം. ഇനി നമ്മൾ മരിക്കുമ്പോ ഒരാളിങ്ങോട്ട് വരും. നമ്മൾ ആത്മാവിനെ പിടിച്ചൂരുന്ന മലക്കിനെ കണ്ടാൽ ഉടനെ പറഞ്ഞേക്കണം, ലാ ഇലാഹ ഇല്ലല്ലാ, ഇല്ല, അല്ലാഹു അല്ലാതെ മറ്റൊരാളെയും ഞാൻ സ്വീകരിച്ചിട്ടില്ല, ഈ നെഞ്ചിൽ കയറിയിട്ടില്ല. എന്റെ എല്ലാ ഇഷ്ടവും ആ റബ്ബിനോടാട്ടോ, എന്റെ പ്രാർത്ഥനയും നേർച്ചയും ഒക്കെ പോയത് അങ്ങോട്ടാട്ടോ. ഇതിന്റെ മലക്കിന്റെ അടുത്ത് പറയുന്നത്? ആ മലക്കിന്റെ അടുത്ത് പറയാൻ കാര്യം, എന്റെ ആത്മാവിനെ പിടിച്ചൂരാൻ നിന്നെ പറഞ്ഞയച്ച ആ നാഥനോട് പറഞ്ഞേക്കണം,
ഈ അടിമയുടെ അവസാന ശ്വാസത്തിലും കളങ്കം വന്നിട്ടില്ലെന്ന് നീ സന്നിധിയിൽ പോയി, ദൈവിക സന്നിധിയിൽ പോയി അറിയിക്കണം. എന്നിട്ട് എനിക്ക് സ്വർഗം വാങ്ങിത്തരണം എന്ന് മലക്കിനോട് പറയുന്നത് ഈ പ്യൂരിറ്റി ഓഫ് ബിലീഫ് നഷ്ടപ്പെടാൻ പാടില്ല. ഇതിനേക്കാൾ അപ്പുറം എനിക്ക് പറഞ്ഞറിയിക്കാനാവില്ല. ഹജ്ജിന് പോകുന്ന മനുഷ്യർ സ്വയം വിചാരണ നടത്തണം. അല്ലാഹുവുമായുള്ള ബന്ധത്തിൽ ഇടനിലക്കാരുണ്ടായിട്ടുണ്ടോ എന്ന്. എൻ്റെ ഹനീഫിയത്തിന്, എൻ്റെ വിശ്വാസത്തിൻ്റെ ശുദ്ധിക്ക് വല്ല കോട്ടവും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി നിങ്ങൾ പൂരിപ്പിക്കണം. അല്ലേ? സ്വീകാര്യമായ ഹജ്ജിന് ഹാജി പോകുന്നതിന് മുമ്പ് ഇബ്രാഹിം മില്ലത്തിലെ ഈ വിശ്വാസത്തെ, ഹനീഫിയത്തിനെ കെട്ടുറപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഇനി രണ്ടാമത്തത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ മില്ലത്ത്. നമ്മൾ ഇബ്രാഹിമിനെ മോഡലിംഗ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പുറപ്പെടേണ്ടത്. ഒന്നാമത്തെ മോഡലിംഗ് ഹനീഫിയത്തിലാണ്. രണ്ടാമത്തത് ഉബൂദിയത്ത്, ഇന്റലക്ച്വൽ സബ്മിഷൻ. ഈ ബുദ്ധി ഉപയോഗിച്ച് റബ്ബിന് കീഴടങ്ങും. ഉബൂദിയത്ത് എന്താണ്? ഈ ഉബൂദിയത്ത് എന്ന് നിങ്ങൾക്കറിയുമോ? ഇബ്രാഹിമിന്റെ ഉബൂദിയത്തിനെ കുറിച്ച്, ഇന്റലക്ച്വൽ സബ്മിഷൻ, ബോധ്യപ്പെട്ടുള്ള കീഴടക്കം. എൻ്റെ തലക്ക് ബോധ്യപ്പെട്ട റബ്ബിനൊരു കീഴടക്കമുണ്ട്. ഇതിനെയാണ് ഉബൂദിയത്ത് എന്ന് പറയുന്നത്. ഇബ്രാഹിം നബിയുടെ ഉബൂദിയത്തിനെ പറയുന്ന രണ്ടായത്തുകൾ നമ്മൾ പഠിക്കണം. ഒന്ന്, സൂറത്തുൽ ബഖറയിലെ 131 വചനം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: വഇദ് ഖാല റബ്ബുഹു അസ്ലിം. ലോകനാഥൻ ഇബ്രാഹിമിനോട് കീഴടങ്ങടോ എന്ന് പറഞ്ഞപ്പോ കാല തിരിച്ച് മറുപടി പറയാ, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. എത്രയോ മുമ്പേ കീഴടങ്ങിയിട്ടുണ്ട്, പറയുന്നതിന് മുമ്പേ കീഴടങ്ങിയിരിക്കുന്നു. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ നാഥ, നിനക്ക് എന്നെ കീഴടങ്ങിയവനാണ് ഞാൻ. പറയുന്നതിന് മുമ്പേ കീഴടങ്ങിയിരിക്കുന്നു, ഉടനെ കീഴടങ്ങിയിരിക്കുന്നു. ഈ രംഗം ഏതാണെന്നറിയോ നിങ്ങള്? ഇറാഖ് ഭരിക്കുന്ന നമ്രൂദ് എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരത്തിലെ ദൈവശില്പി, ദൈവങ്ങളെ ഉണ്ടാക്കുന്ന ആസർ അഥവാ ഇബ്രാഹിം നബിയുടെ വാപ്പ, അവരെല്ലാവരും കൂടെ ചേർന്ന ഇബ്രാഹിമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ പോവുക, ശിക്ഷ വിധിക്കുകയാണ്. ദൈവങ്ങളുടെ തലയെറുത്ത ഏറ്റവും വലിയ ദൈവത്തിന്റെ മുകളിൽ മഴുതൂക്കിയതിന്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ശിക്ഷ വിധിച്ചു. തീക്കുണ്ടാരത്തിൽ ഇരിഞ്ഞ് കത്തിച്ച് കരിച്ചു കളയണം, ജീവൻ ബാക്കിയാവരുത്. ഇതായിരുന്നു ശിക്ഷ. ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് മല പോലെ ഉയരത്തിൽ വിറകും നെയ്യും ഉണ്ടാക്കി തീ കത്തിച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് മനുഷ്യർക്ക് അടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ഒരു വലിയ കമ്പിൽ അസ്ത്രം വെയ്യുന്നത് പോലെ ഒരു സംവിധാനം ഉണ്ടാക്കി ഇബ്രാഹിമിനെ കെട്ടി അതിലേക്ക് അയക്കുകയാണ്. അയക്കുന്നതിന് മുമ്പ് ആ പ്രത്യേകമായി ഇബ്രാഹിമിനെ എറിയാൻ വേണ്ടി തയ്യാറാക്കിയ ആ ഉപകരണത്തിൽ കിടന്നിട്ട് ഇബ്രാഹിമിന്റെ ഒരു ഉബൂദിയത്തുണ്ട്. അല്ല പഠിച്ചോനെ, തീ എന്ന് പറയുന്ന സാധനത്തിന് കരിക്കാനുള്ള ശക്തി നീയാണ് കൊടുത്തതെങ്കിൽ, ഇല്ലേ? രണ്ട് രംഗത്തിലെ ഒരു രംഗമാണ് ഇപ്പൊ ഞാൻ പറയുന്നത്, രണ്ടാമത്തെ രംഗമാണ്. അതൊന്ന് ഓർഡർ തെറ്റിപ്പോയി. എന്താ പറയുന്നത്? ഇബ്രാഹിം പറയാണ്, ഈ തീ കരിക്കുവാനുള്ള ശക്തി നീയാണ് കൊടുത്തതെങ്കിൽ ആ തീയോട് തന്നെ പറയാൻ നിനക്ക് പറ്റുമല്ലോ. എന്തു പറ്റും? നിന്റെ ആ കരിക്കുക എന്ന സ്വഭാവം മാറ്റിയിട്ടേ കുളിര് നൽകാൻ പറയാനും നിനക്ക് പറ്റും. എനിക്ക് ബോധ്യപ്പെട്ടതാണത്. നീ പറയുമെന്ന്, നിനക്കതിൽ പറ്റുമെന്ന് എനിക്കറിയാം. ഇന്റലക്ച്വൽ സബ്മിഷൻ എനിക്കുറപ്പാ. അങ്ങനെയാണ് ഈ സബ്മിഷന് മുമ്പിൽ അല്ലാഹു പറയുന്ന ഒരു വർത്തമാനമുണ്ട്. കുൽന, നാം പറയേണ്ടി വന്നു. അല്ല പറയാ, നാം പറഞ്ഞു, യാ നാർ, അല്ലയോ തീ, ഓ ഫയർ, കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ബി കൂൾ ആൻഡ് സേഫ് ഫോർ മൈ ഇബ്രാഹിം. എന്റെ ഇബ്രാഹിമിനെ തൊട്ടേക്കരുതാ, മറിച്ച് തീക്കുണ്ടാരത്തിലേക്ക് അവൻ വരുമ്പോ അവന് നീ കുളിര് വിരിക്കണം, അവന് സമാധാനം കൊടുക്കണം എന്ന് പറയാ. പിന്നെ നമ്മൾ കണ്ട കാഴ്ച, ദിവസങ്ങളോളം എടുത്ത് ഈ തീ കെട്ടപ്പോ
ഒരു കൂസലുമില്ലാതെ ഇരിക്കുന്ന ഒരു കരി പോലും പുരളാത്ത ഒരു ഇബ്രാഹിമിനെയാണ്. ഇന്റലക്ച്വൽ സഫിഷ്യൻ. ഭൂമിയിലെ എല്ലാ നിയമങ്ങളും മാറിക്കിട്ടും. പക്ഷേ വിശ്വാസത്തിന് ഉബൂദിയത്ത് വേണം. എൻ്റെ കയ്യിലല്ലല്ലോ ഇതൊന്നും, എൻ്റെ കയ്യിലല്ലേ ഇതൊന്നും. ഈ ഒരു മനസ്സിലേക്ക് വന്നേ പറ്റൂ, ഹാജിമാർ വന്നേ പറ്റൂ. ഉബൂദിയത്ത് ഇല്ലേ? ഇനി രണ്ടാമത്തത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോഴുള്ള കാഴ്ചയാണ്. അവിടെയാണ് പറയുന്നത്, നീ മുസ്ലിം ആയില്ലേ ഇബ്രാഹിം എന്ന് ചോദിച്ചപ്പോ എപ്പോഴായിരിക്കുന്നു റബ്ബേ എന്ന് തിരിച്ച മറുപടി. സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി കിടത്തിയിട്ട് മകൻ പറയുന്നത്, ഇസ്മായിൽ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, വാപ്പ ക്ഷമയുള്ളവനായി കാണാം, അള്ളാഹുവിന്റെ കൽപ്പന ഉടനെ നടപ്പാക്കുക. എന്താണ് ഇങ്ങനെ അറച്ചു നിൽക്കുന്നത്, വൈകിപ്പിക്കുന്നത് എന്തിനാ? സത്തജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ. കാണാം, അള്ളാഹുവിന്റെ കൽപ്പന വാപ്പ നടപ്പിലാക്കുമ്പോ കീഴടങ്ങുന്ന ഒരു മകനെ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞിങ്ങനെ കിടക്കുമ്പോ ഇങ്ങനെ കമഴ്ത്തി കിടത്തിയിരിക്കാം. മുഖം കണ്ടാൽ വാപ്പയാണല്ലോ. മനുഷ്യപ്രകൃതിയിൽ ഒരു സ്നേഹം വന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് പിന്മാറുമോ എന്ന് പേടിച്ചിട്ട് കമഴ്ത്തി കിടത്തി. ഉടനെ ഈ അറുക്കുന്ന പ്രക്രിയ പൂർത്തീകരിക്കാൻ കയ്യിൽ കരുതിയ കത്തിയുടെ ഷാർപ്പ്നെസ് തൊട്ടടുത്തുള്ള റോക്കിൽ പാറയിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടു. ആ പാറ മുറിച്ചപ്പോൾ പാറ മുറിയുന്നു. പിന്നീട് മനുഷ്യനെ മുറിക്കാൻ എന്താണ് പ്രയാസം? പക്ഷേ ഇബ്രാഹിമിന്റെ ഒരു ഉബൂദിയത്തുണ്ട്. പടച്ചവനെ, ഞാൻ അറുക്കും, പക്ഷേ എനിക്കൊരു ബോധ്യമുണ്ട്. എന്താണ് ആ ബോധ്യം എന്നറിയോ? അതെന്റെ കുട്ടിയാ. എന്റെ കുട്ടിയുടെ കഴുത്തിൽ കത്തി വെക്കുമ്പോ മുറിക്കുക എന്ന ശക്തി കത്തിക്ക് നൽകിയ നാഥ, നീ കൽപ്പിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. എന്റെ കുട്ടിയുടെ കഴുത്തിൽ ഇക്കിളിപ്പെടുത്തണം, മുറിക്കരുത്, അവനെ വേദനിപ്പിക്കരുത്. അങ്ങനെ കത്തിയോട് പറയാൻ നിനക്ക് പറ്റുമെന്ന വിശ്വാസത്തിലാണ് ഈ വാപ്പ അറുക്കുന്നത്. അങ്ങനെ അറുത്തപ്പോഴാണ് വനാദൈനാഹു, നമുക്ക് വിളിക്കേണ്ടി വന്നു. ഒരൊറ്റ വിളി, ആകാശത്ത് നിന്ന് വിളിയുണ്ടായി, യാ ഇബ്രാഹിം ഇബ്രാഹിം ഖദ് സദ്ദഖത റുയ, നീ തോൽപ്പിച്ചു കളഞ്ഞല്ലോ ഇബ്രാഹിം, നിന്റെ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് പരീക്ഷണം കുറച്ച് കടുത്തതായിരുന്നു, പക്ഷേ പാസ്സായടോ, നീ പാസ്സായിരിക്കുന്നു. നിങ്ങൾക്കറിയുമോ, ഇബ്രാഹിമിന്റെ പാതയിലുള്ള ഹജ്ജിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ളതൊന്നും എനിക്കുപകരിക്കുകയില്ല. ഉറപ്പാ, ഇതൊക്കെ പടച്ചവൻ വിചാരിക്കണം. കയ്യിലുള്ള ഒരു സംവിധാനവും എനിക്കൊന്നും ചെയ്യാനാവില്ലെന്നും ലോകത്തുള്ള മുഴുവൻ സംവിധാനങ്ങളും എനിക്കെതിരായാലും എൻ്റെ റബ്ബ് നൽകിയാൽ അത് നടക്കുമെന്നുള്ള വിശ്വാസം, ആ തവക്കുലോടെയാണ്, ഉബൂദിയത്തോടുകൂടെയാണ് ഇവിടുന്ന് വണ്ടി കയറേണ്ടത്. നിങ്ങൾ നോക്കൂ, എൻ്റെ ഈ തള്ളവിരലിൽ ഒരു മുറിയുണ്ടായി എന്ന് വിചാരിക്കുക. ഒരു ചെറിയ മുറിവ്, ഒരു പിന്ന് തട്ടിയതാ. ഈ മുറിവൊന്ന് മാറണമെങ്കിൽ കോടാനുകോടി സമ്പത്ത് കൈവശം വെച്ചാലും ഈ മുറിവ് മാറണമെങ്കിൽ എൻ്റെ റബ്ബ് വിചാരിക്കണം എന്ന ബോധമുണ്ടല്ലോ. എൻ്റെ ബിസിനസ്സോ, എൻ്റെ കയ്യിലെ പണങ്ങളോ, എൻ്റെ ബാങ്കിലെ സേവിംഗ് ഒന്നും ഒരു വെറും മുട്ടുസൂചി കുത്തിയ എൻ്റെ ഈ കയ്യിൻ്റെ മുറിവ് മാറ്റാനാവില്ലെന്നും അങ്ങനെയുള്ള ഒരു സബ്മിഷൻ നമുക്ക് വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാം ഉണ്ടായിട്ടും അസ്വസ്ഥത വേറല്ലേ? എല്ലാം ഉണ്ടായിട്ടും അസ്വസ്ഥതയാണ്. ഇതൊക്കെ നടക്കുമോ എന്ന്? ഇല്ല. എല്ലാം റബ്ബിലേക്ക് വിട്ടിട്ട് മനുഷ്യ മനസ്സിന്റെ വെയ്റ്റ്ലെസ്നെസ്, ഭാരമില്ലാത്തൊരു പോക്കുണ്ട്. ഇങ്ങനെയാ ഉബൂദിയത്തോടുകൂടെ വേണം നമ്മൾ പുറപ്പെടാൻ. ഇനി മൂന്നാമത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ മില്ലത്തിൽ മൂന്നാമത്തതാണ് ജമാലിയത്തുൽ ഉസ്ര, കുടുംബത്തിന്റെ ഭംഗി. അതെ, ഇബ്രാഹിമിന്റെ കുടുംബ ഭംഗി ഉറപ്പുവരുത്തിയിട്ടേ ഇവിടുന്ന് വണ്ടി കയറാവൂ. ഇബ്രാഹിമിന്റെ കുടുംബത്തിന്റെ ഭംഗി അറിയുമോ നമുക്ക്? എന്താണ് ആ കുടുംബ ഭംഗി? മൂന്നാളും ഒരുമിച്ച് ഓട്ടം തുടങ്ങിയാൽ ആര് ജയിക്കും എന്ന മത്സരം. വാപ്പ ജയിക്കുമോ? മകൻ ഇസ്മായിൽ ജയിക്കുമോ? അതോ ഇസ്മായിലിന്റെ ഉമ്മ ഹാജർ ജയിക്കുമോ? മൂന്ന് പേരും ഒരുമിച്ച് ഫിനിഷ് ചെയ്യും. അതെ, ഖലീലുല്ല എന്നാണ് ഇബ്രാഹിം നബിക്ക് പേര്. അല്ലാഹുവിന്റെ ബോസം ഫ്രണ്ട്. മകൻ
അള്ളാഹുവിന്റെ കൽപ്പനക്ക് കൂടെ നിന്നപ്പോ മകനും പേര് വീണു ദബീഹുല്ല. അതെ, അള്ളാഹുവിന്റെ മാർഗത്തിലെ മനുഷ്യബലി, അങ്ങനെ ഒരു പേര്. ഇനി ഉമ്മയോ? ഉമ്മ ആരാന്നറിയോ? ഉമ്മ കഅബയുടെ ഭാഗമായി ഉമ്മയെ പ്രഖ്യാപിക്കും. നമ്മൾ തവാഫ് ചെയ്യുമ്പോ കഅബയുടെ ഒരു ഭാഗം വരുമ്പോ ഒരമതിൽ കെട്ടുണ്ട്. ആ അരമതിൽ കെട്ടില് കയറി നമസ്കരിച്ചാൽ കഅബക്കകത്ത് കയറിയ കൂലിയ, കഅബക്കകത്ത് കയറി നിസ്കരിച്ച കൂലിയ. കഅബയുടെ വാതിൽ തുറന്ന് അതിൻ്റെ അകത്ത് കയറി നമസ്കരിക്കാൻ നമുക്ക് കൊതിയുണ്ട്, പക്ഷേ സമ്മതമില്ല. പക്ഷേ അതിൽ കയറി നമസ്കരിച്ചതിന്റെ കൂലി റബ്ബ് തരാമെന്ന് റബ്ബിന്റെ കരാറും. എങ്ങനെയാണെങ്കിൽ ഈ അരമതിൽ കെട്ടെന്ന് പറയുന്നത് ഹാജർ ഇരുന്ന സ്ഥലമാണ്. ഹാജർ ഇരുന്ന സ്ഥലം, ആ സ്ഥലം കഅബയുടെ ഭാഗമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉമ്മ കഅബയുടെ ഭാഗവും അല്ലേ? ഇത് വെറുതെ ഉണ്ടായതല്ല. ഈ കുടുംബ സംവിധാനം വെറുതെ ഉണ്ടായതല്ല, മറിച്ച് സൃഷ്ടിക്കപ്പെട്ടതാ. ഇബ്രാഹിമിന്റെ കുടുംബ വ്യവസ്ഥ കോപ്പി അടിച്ചിട്ട് ഇവിടുന്ന് പോകാവൂ. എന്താണ് ഇബ്രാഹിമിന്റെ കോപ്പി അടിക്കുക? എന്നോടൊപ്പം എന്നെ പോലെ നന്നാക്കാനുള്ള പരമാവധി ശ്രമം നടത്തണം, കുടുംബത്തെ നന്നാക്കാനുള്ള ശ്രമം നടത്തണം. എനിക്കെപ്പോഴും പറയാനുള്ളത്, ചതിയന്മാരായ കുടുംബനാഥനാവരുത് നമ്മൾ. ചതിയന്മാരായ കുടുംബനാഥന്മാർ ആരാണവർ? ഇപ്പൊ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ രാവിലെ പള്ളി പോവുക, രാവിലെ പള്ളിക്ക് പോകുമ്പോൾ ലൈറ്റ് ഇടുന്നില്ല ഞാൻ. കാരണം എൻ്റെ വീട്ടിലെ മറ്റംഗങ്ങൾ ഉണരുമോ എന്ന് എനിക്ക് പേടി. എന്നിട്ട് വാതിൽ തുറന്ന് ഞാൻ പതുക്കെ അടച്ച് പള്ളി പോയി നമസ്കരിച്ച് തിരിച്ചു വരുമ്പോഴും പതുക്കെ തുറന്ന് കയറി ഞാൻ അങ്ങനെ ഇരിക്കും. അപ്പോഴും എൻ്റെ കുടുംബനാഥന്റെ ബാക്കിയുള്ളവർ മുഴുവൻ ഉറക്കത്തില. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ മരുമക്കളും ഒക്കെ ഉറക്കത്തില. അവരുടെ പരലോകത്തെക്കുറിച്ച് ചിന്തയില്ലാതെ എൻ്റെ ആത്മീയത മാത്രം സേഫാക്കാൻ വണ്ടി കയറണ്ട. ഇബ്രാഹിമിന്റെ മില്ലത്തിനെതിരാ, മറിച്ച് മാക്സിമം കുടുംബത്തെ ശരിയാക്കാനുള്ള ശ്രമം, അത് പരാജയപ്പെട്ടാലും അല്ലെങ്കിലും ചെയ്തേ തീരൂ. നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാളുടെ കൈ പൊള്ളുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പറ. നമുക്കിഷ്ടമല്ല. വീട്ടിൽ ഒരാളുണ്ടെന്ന് വിചാരിക്കുക, അയാൾ വീട്ടിൽ കിടപ്പാണ്, അനങ്ങാൻ കഴിയില്ല. അനങ്ങാൻ കഴിയാത്ത ഒരാള് നമ്മുടെ വീട്ടിൽ കിടപ്പുണ്ട്. അപ്പോഴാണ് ഒരു കുട്ടി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇഴയുന്ന പ്രായത്തിലുള്ള ഒരു കുഞ്ഞ്, ഒരു വിളക്ക് അവിടെ കത്തുന്നുണ്ട്, ഒരു മണ്ണെണ്ണ വിളക്ക് കത്തുന്നു, അല്ലെങ്കിൽ ഒരു കാൻഡിൽ കത്തുന്നു. ആ കാൻഡിലേക്ക് ഈ കുട്ടി ഇങ്ങനെ ഇഴയുമ്പോ ഈ എണീക്കാൻ പറ്റാത്തയാൾ കട്ടിലിൽ കിടപ്പുണ്ട്. ആ കുട്ടിക്ക് പൊള്ളും എന്ന് ധരിച്ച് കാലും കൈയും അനങ്ങാത്ത ആ മനുഷ്യൻ പോലും ഉരുണ്ടും ഞെരങ്ങി വന്ന് ഈ കുട്ടിയുടെ കാലിൽ പിടിച്ച് തടുക്കും. എന്താ കാര്യം അറിയോ? പൊള്ളിയാലേ അത് വേദന ഉള്ളതാ. എന്നാൽ നമ്മുടെ കുടുംബത്തിലെ എത്ര മനുഷ്യരാണ് നരകത്തിലേക്ക് മരണപ്പാച്ചിൽ പായുന്നത്? മരണപ്പാച്ചിൽ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോ അരുതേ എന്ന് ഒച്ച വെക്കാൻ കഴിയാത്തവൻ എങ്ങനെയാണ് ഇബ്രാഹിം മില്ലത്തിൽ പങ്കുചേരുന്നത്? നെവറെവർ, സാധ്യമല്ല. കുടുംബത്തിൽ പണിയെടുത്ത് തുടങ്ങണം. നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം തീർക്കണം. ഇബ്രാഹിം നബിയുടെ ജമാലിയത്തുൽ ഉസ്ര, ദ ബ്യൂട്ടി ഓഫ് ഫാമിലി, കുടുംബത്തിന്റെ ഭംഗി ഉണ്ടാക്കിയത്, സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ സൃഷ്ടിയില് നിങ്ങൾക്ക് പങ്കുണ്ടാവണം. അല്ലാതെ നമ്മുടെ മാത്രം, ഈ കുടുംബത്തിൽ നിന്ന് നമ്മൾ മാത്രം അങ്ങോട്ട് പോയി നമ്മുടെ പരലോകം ഉറപ്പിക്കാമെന്ന ധാരണ അത്ര നല്ലതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി നാലാമത്തെ ഇബ്രാഹിം മില്ലത്തിലുള്ളത് ത്വരീഖത്തു ദഅവ, മെത്തഡോളജി ഓഫ് ദഅവ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നാലാമത്തെ സ്വഭാവം മെത്തഡോളജി ഓഫ് ദഅവ. എന്റെ ചുറ്റുഭാഗത്തുള്ള മനുഷ്യർക്ക് റബ്ബിനെ പരിചയപ്പെടുത്തുന്നതിൽ ഞാൻ ഉപയോഗിച്ച മാർഗങ്ങൾ, ഞാൻ ഉപയോഗിച്ച രീതികൾ അല്ലേ അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അത് പറയുന്നത് നോക്കൂ, സൂറത്തുൽ അൻആമിലെ 76 മുതൽ 78 വരെയുള്ള ആയത്തുകൾ നിർബന്ധമായും പഠിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദഅവത്ത് ചെയ്യുന്നതിന്റെ മെത്തഡോളജി പറയാം. അദ്ദേഹം ചെയ്യുന്നത് നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് അങ്ങ് പോകും. നക്ഷത്ര ആരാധകരായ സമൂഹത്തിലേക്ക് കയറി ചെന്നിട്ട് അദ്ദേഹം പറയും, ഞാനും നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർന്നിരിക്കുന്നു. എൻ്റെ ദൈവം
നക്ഷത്രങ്ങളാണ്, എൻ്റെ ദൈവം നക്ഷത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ടോ നക്ഷത്രങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റഅ കൗകബൻ, നക്ഷത്രം ആകാശത്ത് നിന്നിങ്ങനെ ഷൈൻ ചെയ്ത് തുടങ്ങുമ്പോൾ അദ്ദേഹം പറയും ഖാല ഹാദാ റബ്ബി, അതെ എൻ്റെ റബ്ബ് ഈ നക്ഷത്രമാണ് എന്ന് അദ്ദേഹം പറയും. എന്നിട്ടോ ഫലമ്മാ അഫല ഖാല, ആ നക്ഷത്രം മാഞ്ഞു പോകുമ്പോൾ അദ്ദേഹം പറയും ലാ യുഹിബ്ബുൽ ആഫിലിൻ, മറഞ്ഞു പോകുന്നതിനെ ദൈവമാക്കാൻ ഒക്കുമോ? ആ മനുഷ്യരുടെ ബുദ്ധിയോട് സംവദിക്കുകയാണ്. മറഞ്ഞു പോകുന്നതിനെ ദൈവമാക്കാൻ ഒക്കുമോ? ഇല്ല, ഞാൻ ഈ മതം വിടുന്നു, ഞാൻ ഈ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് അദ്ദേഹം പറയും. ആ മനുഷ്യരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞിട്ട് ചന്ദ്രനെ ആരാധിക്കുന്ന ആൾക്കൂട്ടത്തിലേക്ക് ഇബ്രാഹിം നടക്കും. ഇബ്രാഹിം നടന്നു എന്നിട്ട് ഫലമ്മാ റഅൽ ഖമറ ബാസിഅൻ, അതിമനോഹരമായി ആകാശത്ത് പ്രകാശം വിരിയിച്ച് ഈ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഖാല ഹാദാ റബ്ബി, ഇതാണ് എൻ്റെ ദൈവം, എനിക്ക് ഈ ചന്ദ്രനിൽ വിശ്വാസമാണ് എന്ന് പ്രഖ്യാപിച്ച് അവരുടെ കൂട്ടത്തിൽ കൂടും. പിന്നീട് കാർമേഘങ്ങളുടെ ഉള്ളിലേക്ക് ചന്ദ്രൻ പോകുമ്പോൾ അദ്ദേഹം പറയും ഇല്ല, കെട്ടുപോകുന്നതിനെ ദൈവമാക്കാൻ ഒക്കുമോ? മറഞ്ഞു പോകുന്നതിനെ ദൈവമാക്കാൻ ഒക്കുമോ? ഇല്ല. പിന്നീട് ചന്ദ്രനെ ആരാധിക്കുന്ന കൂട്ടത്തിലേക്ക് ചെല്ലും. എന്നിട്ട് പറയും ഫലമ്മാ റഅ ശംസ ബാസിഗത്തൻ ഖാല ഹാദാ റബ്ബി അക്ബർ, ദൈവങ്ങളിൽ ഏറ്റവും വലിയ ദൈവം സൂര്യൻ തന്നെ, എൻ്റെ ദൈവവും സൂര്യൻ തന്നെ എന്ന് പറയും. ഫലമ്മാ അഫലത്, സൂര്യൻ മറയുമ്പോ അദ്ദേഹം പറയും അസ്തമിക്കുന്നതിനെ ദൈവമാക്കാൻ ഒക്കുമോ? ഉറങ്ങാൻ പോകുന്നതിനെ ദൈവമാക്കാൻ ഒക്കുമോ? ഇതെന്തിനാ പറയുന്നതെന്നറിയോ? ഇത് പറയുന്നത് ഇബ്രാഹിം മില്ലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ സമുദായത്തിലല്ലാത്ത മനുഷ്യർക്ക് നീ നിന്റെ റബ്ബിനെ പരിചയപ്പെടുത്തില്ലെങ്കിൽ ഇബ്രാഹിം മില്ലത്തിലേക്ക് കയറാനാവില്ല. പറഞ്ഞേക്കണം, അല്ലെങ്കിൽ നാളെ നമുക്കെതിരെ വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, എൻ്റെ താഴെ വർക്ക് ചെയ്ത 30 വർഷം വരെ എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാൾ, അയാൾ വിശ്വാസിയല്ല. എന്തിനും ഏതിനും ഞാൻ അയാളെ റെഡിയാക്കാറുണ്ട്. ഈ ദുന്യാവിൻ്റെ എല്ലാ കാര്യത്തിനും അയാളെ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, മെന്റർ ചെയ്തിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നാളെ പരലോകത്ത് എന്നോടൊപ്പം വർക്ക് ചെയ്ത 30 വർഷക്കാലം സഹകരിച്ച ഈ സഹോദരൻ നാളെ വന്നിട്ട് അല്ലാന്റെ അടുത്ത് പറയും, പടച്ചവനെ, നിസാര കാര്യത്തിന് പോലും എന്നെ വഴക്ക് പറഞ്ഞിട്ടും ശാസിച്ചിട്ടും എന്നെ നന്നാക്കിയിട്ടും ഇങ്ങനെ ഒരു നിന്നെക്കുറിച്ച്, വരാനിരിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച് ഈ മനുഷ്യൻ ഒരു തവണ പോലും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പരലോകം ചോർന്നു പോകും. ഉറപ്പാ. ദഅവത്ത് എന്ന് പറയുന്ന ബാധ്യത ഏറ്റെടുക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റൂല. നമുക്ക് ദഅവത്ത് ചെയ്യാൻ ഏറ്റവും പറ്റിയ നാട്ടിലാണ് നമ്മളുള്ളത്. ഭൂമിയിലെ തൗഹീദിന് ഏറ്റവും നല്ല നാട്ടിലാണ്. കാരണം പരകോടി ശതകോടി ദൈവവിശ്വാസങ്ങളുള്ള ഒരു നാടാണ് നമ്മുടേത്. ആ നാട്ടിൽ ജീവിക്കുമ്പോൾ തൗഹീദിന്റെ സുഖം അനുഭവിക്കുന്നവരാണ് നമ്മൾ. തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യരോട് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തുടങ്ങണം. നമ്മളെ ഏറ്റവും വേണ്ടത് നമ്മുടെ സമുദായത്തിലെ നന്നാവാത്ത ആളുകളെക്കാൾ ഈ സമുദായത്തെയും പടച്ചവനെയും അറിയാത്ത മനുഷ്യർക്ക് നമ്മളെ വേണം. ഇബ്രാഹിമിന്റെ ജീവിതം മുഴുവൻ റബ്ബിൽ വിശ്വസിക്കാതെ മനുഷ്യർക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത്. നമ്മളും ദഅവത്ത് എന്ന ബാധ്യത ഏറ്റെടുക്കാതെ വണ്ടി കയറരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. അഞ്ചാമത്തത്, ഇബ്രാഹിം മില്ലത്തിലെ അഞ്ചാമത്തെ സാധനം തുമഅനീനത്താണ്. തുമഅനീനത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. മനസ്സിന്റെ അടക്കം, അടങ്ങിക്കിട്ടൽ. ഈ ഭൂമിയിലെ സംവിധാനങ്ങളെക്കുറിച്ചും ഈ അവസ്ഥകളെക്കുറിച്ചും ചിന്തിച്ച് മനസ്സിലാകാതെ വരുമ്പോൾ അവസാനം പഠിച്ച് അതെന്താണെന്ന് തിരിയുമ്പോൾ മനസ്സനുഭവിക്കുന്ന സുഖം ഇബ്രാഹിമിന്റെ സ്വഭാവമായിരുന്നു. ദേ നോക്കൂ, സൂറത്തുൽ ബഖറയിലെ 260-ാമത്തെ വചനത്തിൽ ഇബ്രാഹിമിന്റെ ആ സമാധാനത്തെ കുറിച്ച് പറയുന്നുണ്ട്.
വഇദ് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മുമ്പിൽ പോയി ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? റബ്ബി അരിനി, പടച്ചവനെ എനിക്കറിഞ്ഞേ പറ്റൂ, എന്നെ കാണിച്ചേ പറ്റൂ, എന്നെ പഠിപ്പിച്ചേ പറ്റൂ. എന്ത്? കൈഫ തുഹ്യിൽ മൗത, ചത്തുപോയ മനുഷ്യരെ എങ്ങനെയാണ് പുനർത്തെഴുന്നേൽപ്പ് നടക്കുന്നത്? മണ്ണോട് ചേർന്ന മനുഷ്യൻ രണ്ടാമത് എങ്ങനെ പുനർത്തെഴുന്നേൽക്കും? ഇതെനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് പഠിപ്പിക്കണം, എനിക്ക് കാണിക്കണം, ഇതെങ്ങനെയാണ് എന്ന് ഇബ്രാഹിം അല്ലാന്റെ അടുത്ത് പറഞ്ഞു. കാല, അപ്പൊ അല്ലാഹ് തിരിച്ച് ചോദിക്കാണ്, അവലം തുഅ്മിൻ, ഏ ഇബ്രാഹിം, എന്താണോ ഇത്? എന്താ ഇത് ഇബ്രാഹിം? നിനക്ക് ഇപ്പോഴും ഇതിലൊന്നും ഒരു വിശ്വാസം ഉറച്ചിട്ടില്ലേ? നിനക്ക് ഈ വിശ്വാസം എന്താ ഉറച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. കാല, അപ്പൊ ഇബ്രാഹിം പറ, ബല, അങ്ങനെയല്ലോ, എന്റെ വിശ്വാസത്തിന് ഒരു കുറവില്ലട്ടോ. പക്ഷേ ലിയത്മഇന്ന ഖൽബി, എന്റെ മനസ്സിനെ സമാധാനിപ്പിക്കണം, എന്റെ മനസ്സിനെ നീ അടക്കി തരണം. എന്താ ഈ തുമഅനീനത്ത് എന്ന് പറഞ്ഞ? ഇബ്രാഹിം നബിയുടെ സ്വഭാവം എന്താന്ന് കേട്ടോ. ഇബ്രാഹിം നബിയുടെ പഠനത്തിന്റെ 6 സ്റ്റെപ്പുകളാണ്, സ്റ്റേജസ് ഓഫ് ലേണിംഗ്. ഒരു കാര്യം പഠിക്കുന്നതിന് ഇബ്രാഹിമിന് 7 ഘട്ടങ്ങളിലാണ് ഉണ്ടായത്. ഒന്ന്, ഡീപ്പ് ഒബ്സർവേഷൻ, ഭൂമിയിലെ സകല സംവിധാനങ്ങളെയും നന്നായി വീക്ഷിക്കും, നന്നായി നോക്കി നടക്കും. എല്ലാം ഇബ്രാഹിം വീക്ഷിക്കും. വിശ്വാസിയുടെ ലക്ഷണമാണത്. എല്ലാം വീക്ഷിക്കണം, എല്ലാം നോക്കി നടക്കണം. ഇബ്രാഹിമിന്റെ കണ്ണെന്താണെന്നറിയോ? ഇബ്രാഹിമിന്റെ കണ്ണിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ, എല്ലാം നോക്കുന്നതിലേക്കാണ് ഇബ്രാഹിം നോക്കിയത്. ആരും കാണാത്തത് ഇബ്രാഹിം കാണും. നമ്മളും ഒരേ സാധനത്തിലേക്ക് ഇങ്ങനെ നോക്കും, ആർക്കും ഒന്നും തോന്നിയില്ല, ഒന്നും മനസ്സിലായില്ല, ഒന്നും ആലോചിച്ചില്ല. പക്ഷേ ആരും കാണാത്തത് വിശ്വാസി കാണണം. ഇതിനെയാണ് ഐനൽ യഖീൻ, ഒരു വല്ലാത്ത കണ്ണാണത്, ഉറച്ച കണ്ണ്. ഏതൊരു സാധനം കണ്ടാലും അതിങ്ങനെ വല്ലാതെ നിരീക്ഷിക്കും. കല്ലും പൂവും പുഴുവും പഴുതാരയും വരെ ഇബ്രാഹിം വീക്ഷിക്കും. എന്നിട്ടോ വീക്ഷിച്ചതിന് ശേഷം രണ്ടാമതായി എമർജൻസ് ഓഫ് ഡൗട്ട്സ്, സംശയം രൂപപ്പെടും. ഇങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ എന്ന് ഉള്ളിൽ സംശയം വരും. അതെന്തെങ്ങനെ, എനിക്ക് മനസ്സിലാവണില്ലല്ലോ. ആ സംശയങ്ങൾ വരെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ റെസ്റ്റ്ലെസ്നെസ്, അസ്വസ്ഥതയാകും. ഇതറിയാനുള്ള അസ്വസ്ഥത. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്താണ് എനിക്കിത് മനസ്സിലാവാത്തത്? എന്താണ് ഇതിന്റെ രഹസ്യം? എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഉള്ളിൽ അസ്വസ്ഥത തോന്നും. എന്നിട്ടോ അസ്വസ്ഥത വന്നിട്ട് 4ാമത്തെ ഘട്ടത്തിൽ സെർച്ച് ആൻഡ് റീസെർച്ച്, അതെന്താണെന്ന് പഠിക്കാൻ വേണ്ടി മൂപ്പരിങ്ങനെ നടക്കും, അന്വേഷിച്ച് നടക്കും. ഇതെന്താണ് ഇങ്ങനെ എന്ന് ഇബ്രാഹിം പഠിക്കും. പക്ഷേ മനുഷ്യൻ എന്ന രീതിയിൽ എത്ര പഠിച്ചിട്ടും ഇത് മനസ്സിലാവണില്ല, ഇത് തിരിയണില്ല. അപ്പോഴാണ് പ്രയർ, അല്ലാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥിക്കും. റബ്ബി സിദ്നി ഇൽമ, അഡ്വാൻസ് മീ ഇൻ നോളജ്, മനസ്സിലാക്കിത്താ, എനിക്കാവുന്നില്ലല്ലോ, നീ സഹായിക്കാതെ എനിക്കിതിന്റെ രഹസ്യം അറിയില്ല. അല്ലേ? ഒരു വിദ്യാർത്ഥിയുടെ പ്രാർത്ഥനയാണത്. ഇബ്രാഹിം സ്റ്റുഡന്റ് ഓഫ് ഗോഡ്, അല്ലാഹുവിന്റെ വിദ്യാർത്ഥിയായിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അഡ്വാൻസ് മീ നോളജ്, സിദ്നി ഇൽമ, കൊണ്ടുപോ, ആഴത്തിലുള്ള അറിവിലേക്ക് എന്നെ കൊണ്ടുപോ. അല്ലാഹുവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് 6ാമത്തെ ഘട്ടത്തിൽ ഡയറക്റ്റ് എക്സ്പീരിയൻസ്, അനുഭവിപ്പിച്ചു. ഇതെന്താണ് ഇങ്ങനെ, എങ്ങനെ? ദ അമേസിംഗ് ഡെമോൺസ്ട്രേഷൻ ഓഫ് റീബർത്ത്, ചത്തുപോയി മൺമറഞ്ഞ മനുഷ്യൻ എങ്ങനെ എഴുന്നേൽപ്പിക്കുമെന്ന് എന്നാ കണ്ടോ, കാണാം, അനുഭവിക്കുക എന്ന് റബ്ബും. എങ്ങനെ ഉണ്ടായത്? പക്ഷികളെ വളർത്താൻ പറഞ്ഞു. വ്യത്യസ്ത പക്ഷികളെ വളർത്തി. എന്നിട്ട് പ്രത്യേക ശബ്ദം ഉപയോഗിച്ചിട്ട് വരാനും പോകാനും പരിശീലിപ്പിച്ചു. കുറെ വളർത്തി വലുതാക്കിയതിന് ശേഷം അതിനെ മുറിച്ച് കഷ്ണമാക്കി ചുറ്റുഭാഗത്തും നിൽക്കുന്ന മലകളിൽ എറിയാൻ പറഞ്ഞു. സ്കാറ്റർ ചെയ്തു, ചിന്നിച്ചിതറി. എന്നിട്ട് മണ്ണായിപ്പോയെന്ന് ഉറപ്പുവരുത്തി. എന്നിട്ട് ഇബ്രാഹിമിന്റെ അടുത്ത് വീട്ടിലിരുന്നിട്ട് പറഞ്ഞു, വിളിക്കാൻ. ഈ പക്ഷികളെ വളർത്തിയ സമയത്ത് നീ എന്ത് വിളിച്ചിരുന്നുവോ ആ വിളിക്കാൻ തുടങ്ങി. ഇബ്രാഹിം വിളിച്ചപ്പോ കണ്ണുകൊണ്ട് റബ്ബ് കാണിച്ചു, മണ്ണായി പോയ
ഈ ജീവികളുടെ ശരീരത്തിലെ ഓരോന്നും കൂടിക്കലർന്ന് ഇബ്രാഹിമിന്റെ മുന്നിലേക്ക് വന്ന് വിനീത വിധേയരായി അവർ നിന്നു. അമേസിംഗ് ഡെമോൺസ്ട്രേഷൻ ഓഫ് റീബർത്ത്. അപ്പോഴാണ് പറയുന്നത്, ലിയത്മഇന്ന ഖൽബി, പഠിച്ചവനെ എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, പക്ഷേ എൻ്റെ മനസ്സിന് അടക്കി തരണം. ഒരു കാര്യം പഠിക്കുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു അനുഭൂതി എനിക്കറിയണം. അതെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇബ്രാഹിം അനുഭവിച്ച ഒരു അനുഭൂതി ഉണ്ട്. ദർ ഇസ് നോ ഗ്രേറ്റർ ഹ്യൂമൻ എക്സ്പീരിയൻസ് ദാൻ ദ ജോയ് ഓഫ് ലേണിംഗ്. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭൂതി പഠനാനുഭൂതിയാകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഹാജ് ഇവിടുന്ന് പോകുമ്പോൾ കാര്യങ്ങൾ അറിയാത്ത സാദാ സീതാ മനുഷ്യനായി യാത്ര തിരിക്കരുത്. ഇബ്രാഹിമാണ് നിങ്ങൾ. നമ്മുടെ നാടിനെക്കുറിച്ച്, വ്യവസ്ഥകളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചുള്ള എല്ലാ പാഠങ്ങളും ഒരു വലിയ അറിവുള്ളവനായി യാത്ര തിരിക്കണം. അല്ലേ? വലിയ അറിവുള്ളവനായി. അപ്പോഴാണ് ഇബ്രാഹിം ആവുക. അപ്പം അവിടെ നടക്കുമ്പോണ്ടല്ലോ എന്തൊരു ചുറുചുറുക്കാണ്, എന്തൊരു രസമാണ് ആ നടത്തത്തിന്. കാര്യങ്ങളെല്ലാം അറിയുന്ന, അല്ലേ? അതിലൊന്നും ബാക്കിയാവാൻ പറ്റൂല. എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്, ഹജ്ജിന് പോകുമ്പോൾ ദീനു മാത്രം പഠിച്ചാൽ, ദീനും ദുന്യാവും രണ്ടാക്കി തന്നിട്ടുണ്ട് നമ്മളടുത്ത്. പള്ളികളിൽ സംസാരിക്കുമ്പോഴും ദുന്യാവിന്റെ കാര്യം പറയല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാ. എല്ലാം അറിയുന്നവനാണ് വിശ്വാസി. ഇബ്രാഹിം അങ്ങനെയാ. അപ്പോഴാണ് ലിയത്മഇന്ന ഖൽബി, മനസ്സിനടക്കം വരാവൂ. കാര്യങ്ങൾ അറിയുമ്പോൾ അതിങ്ങനെയാണ് ഇതിന്റെ രഹസ്യങ്ങൾ എന്നറിയുമ്പോൾ ജോയ് ഓഫ് ലേണിംഗ്. പത്രം വായിച്ചു തുടങ്ങണം, കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങണം, നാടിന്റെ കാലാവസ്ഥ അറിയണം, സമുദായത്തിന്റെ മാറ്റത്തെക്കുറിച്ച് അറിയണം. ചുറ്റുഭാഗത്തുള്ള എല്ലാം നമ്മുടെ പഠനത്തിനും നിരീക്ഷണത്തിനും വിധേയമായി ഒരു യാത്രയുണ്ട്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുകയെന്നറിയോ? മക്കയിൽ പോയിട്ടും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വണ്ടി കൊണ്ടുപോകുമ്പോഴും നിങ്ങൾ ഉറങ്ങും. ഒരിക്കലും ഇനി കണ്ണിൽ കാണാത്ത യാത്രയാണത്. ഇനി ഒരിക്കലും ഈ സ്ഥലങ്ങളൊന്നും കാണൂല, പക്ഷെ അപ്പോഴും ഉറങ്ങും. അല്ലേ? എന്താ ഉറങ്ങാൻ കാര്യം? ഈ നിരീക്ഷണ സ്വഭാവവും ഈ പഠന സ്വഭാവവും ഒന്നും നമുക്കില്ലാത്തത് കൊണ്ട് മലയാളികൾ സഞ്ചരിക്കുന്ന മുഴുവൻ ബസ്സുകളും ഉറങ്ങണതായി നിങ്ങൾക്ക് കാണാം. അല്ലേ? അവ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇനിയോ അവസാനത്തേത്, ഇബ്രാഹിം മില്ലത്തിലെ അവസാനത്തേതാണ്. അള്ളാഹുവിന് ഖലീലായി സ്വീകരിക്കുവാൻ, സുഹൃത്തായി സ്വീകരിക്കുവാൻ അള്ളാഹു കാണുന്ന ഇബ്രാഹിമിന്റെ അമേസിംഗ് ഡ്രീം, ഹുൽമു ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നവും പേറി ഉള്ളിലും മനസ്സിലും തലയിലും കയറി നിങ്ങളും യാത്ര തിരിക്കണം. എന്താ ഇബ്രാഹിമിന്റെ സ്വപ്നം? ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സൂറത്തുൽ ബഖറയിലെ 126 വചനത്തിലാണ് ഇബ്രാഹിമിന്റെ സ്വപ്നത്തെ കുറിച്ച് പറയുന്നത്. എന്താ ഇബ്രാഹിമിന്റെ സ്വപ്നം? വഇദ് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, റബ്ബി ജിഅൽ ഹാദാ, പടച്ചവനെ ഈ നാടിനെ നീ ആക്കി തരണം. സ്വന്തം ജീവിക്കുന്ന നാടിനെ കുറിച്ചുള്ള ഇബ്രാഹിമിന്റെ സ്വപ്നം, ദ ഡ്രീം ഓൺ ലിവിംഗ് ലാൻഡ്. ഈ നാടിനെ നീ ആക്കണം. ഒന്നാമത് ആ നാടിന്റെ 2 കണ്ടീഷൻ, ആ നാടിന് 2 എണ്ണം നീ നൽകണം. എന്താണ് 2 എണ്ണം? ഒന്ന്, ബലദന്നാമിനൻ, സുരക്ഷിതത്വമുള്ള ഒരു നാടാക്കി തരണം. ആരും ആരെയും പേടിക്കാത്ത, ആരും ആരെയും തല്ലാത്ത, ആരും ആരെയും കൊന്നുതള്ളാത്ത ഒരു നാടിനെ തരണേ എന്ന ഇബ്രാഹിമിന്റെ സ്വപ്നാണ്. നിങ്ങൾ പറ, ഈ പ്രാർത്ഥനക്ക് എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിക്കേണ്ടവരല്ലേ നമ്മൾ? നമ്മുടെ നാടിന്റെ മറുവശത്തൊരു നോർത്ത് ഇന്ത്യയുണ്ട്. മുസൽമാൻ എന്ന് കേൾക്കുമ്പോൾ തല്ലിക്കൊന്നാൽ ആരും ചോദിക്കാത്ത ഒരു ക്രമം, അല്ലേ? നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് ആക്രമിക്കുന്ന ഒരു കാലം. സുരക്ഷിതത്വം എന്ന് പറയുന്ന സാധനമില്ല. ഭയപ്പാടിലാണ്. മനുഷ്യൻ മുഴുവൻ ഭയപ്പാടിലാണ്. ഏതാണ്ട് നമ്മുടെ സ്റ്റേറ്റും അങ്ങനെയാണ്. മനുഷ്യന്റെ ജീവിതത്തിന് ഒരു വിലയുമില്ല. ബലതന്നാമിനൻ, ആരുമാരെയും പേടിക്കാത്ത, ആരുമാരെയും തല്ലാത്ത, കൊന്നു തല്ലാത്ത ഒരു രാജ്യമാക്കണേ എൻ്റെ നാട് എന്ന പ്രാർത്ഥന ഇബ്രാഹിമിൻ്റെതാ. രണ്ടാമത്തതോ, നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും നീ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണേ. സുരക്ഷിതത്വവും സുഭിക്ഷതയുള്ള നാടിനെ കുറിച്ചുള്ള
ഇബ്രാഹിമിന്റെ സ്വപ്നം പേറിയിട്ട് വേണം പോവാൻ. സുഭിക്ഷത നൽകണം. ഇവിടുത്തെ പുഴുവൻ പഴുതാരയും വരെ വയറ് നിറച്ചുണ്ണുന്ന ഒരു ക്രമം. വിശക്കാത്ത വയറുള്ള, ഉണ്ണാനില്ലാത്തവനും ഉടുക്കാത്തിനില്ലാത്തവനും ഇല്ലാത്ത ഒരു നാട് എനിക്ക് നീ നൽകണം. അതിമനോഹരമായ സ്വപ്നം. പട്ടിണിയും ദാരിദ്ര്യവും ഭയപ്പാടും കലർന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സ്വപ്നം പേര് റബ്ബിലേക്ക് ഇറക്കി വെക്കണം. ഞങ്ങൾ ജീവിക്കുന്ന ലിവിംഗ് ലാൻഡിൽ ബലദന്നാമിനൻ പടച്ചവനെ ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു ക്രമം. പിന്നെയോ ആർക്കും പട്ടിണിയില്ലാത്ത ഒരു ക്രമം നാട്ടിൽ തരണേ എന്ന് പ്രാർത്ഥിക്കുകയും ഈ നാട്ടിൽ അതുണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അല്പം ചെയ്ത് തീർത്തിട്ട് പോകണം. മനുഷ്യന്റെ പട്ടിണി അകറ്റാനും പിന്നെയോ മനുഷ്യർക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിലേക്ക് പങ്കുചേർന്ന് ആ കൂട്ടത്തിലേക്ക് ചേർന്ന് നിന്ന് യാത്ര തിരിക്കണം. എന്നിട്ട് നിങ്ങൾ യാത്ര തിരിക്കുമ്പോൾ ഒരു പോക്കുണ്ട അല്ലേ? ഈ മോഡൽ ഇബ്രാഹിം. അങ്ങനെ ഇബ്രാഹിമിന്റെ മില്ലത്തിലേക്ക് മുഴുവൻ കേറി എന്നുറപ്പ് വരുത്തിയിട്ട് പോയി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കയ്യിൽ സമ്മാനപ്പൊതി നൽകും. ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ വേറൊരു സമ്മാനവും തരാനില്ല. ഈ മാറ്റത്തിനും ഈ ചിന്തക്കുമാണ് സ്വർഗം. അല്ലാതെ ഫിസിക്കലായി മനുഷ്യൻ അവിടെ എവിടെയൊക്കെ ചെയ്തു തീർക്കുന്ന ചില ക്രിയകളിലാണ് സ്വർഗം എന്ന് വെക്കുമ്പോഴാണ് ആരാധനകൾ ഹൗ ടു ഡു, എങ്ങനെ ചെയ്യണം എന്ന് മാത്രം നിങ്ങളോട് പറയുന്നത്. പക്ഷേ സ്വർഗം തിരിച്ചു പിടിക്കാൻ വൈ ടു ഡു, എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്, എന്ത് മാറ്റമാണ് എനിക്ക് വേണ്ടത് എന്നത് അത് വലിയൊരു പഠനമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ 3ാമത്തെ ക്ലാസ്സാണ് ഇവിടെ അവസാനിക്കുന്നത്. ഇനി 4ാമത്തെ ക്ലാസ് അടുത്ത ആഴ്ച ഉണ്ടാവും. നമുക്കെല്ലാവർക്കും അള്ളാഹു ആരോഗ്യവും ആയുസ്സും തന്ന് അനുഗ്രഹിക്കട്ടെ. ഹജ്ജ് പഠന ക്ലാസിന്റെ വഴിയിലെ എല്ലാ തടസ്സങ്ങളും അള്ളാഹു നീക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കണം. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.